ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കുന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസ്റ്റിൽ ആർക്കിൻ്റെ എപ്പിസോഡ് 38 ആയിട്ടാണ്. മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ, പോയി കണ്ടിട്ട് വരിക. നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. ആരെങ്കിലും ഒരാൾ ഒരു കാര്യം 100 വട്ടം കാണിച്ചു തന്ന് അതിൻ്റെ ശരിയായ ഫോം എടുത്തു തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇത് ടാൻജറോ അവൻ്റെ മനസ്സിൽ ഓർത്തെടുക്കുന്ന ചില കാര്യങ്ങളാണ്. എല്ലാം ഞാനൊരു സ്വപ്നം പോലെയായിരുന്നു കണ്ടത്, പക്ഷേ എല്ലാത്തിനും എനിക്ക് തെറ്റ് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ ചെയ്ത പല മൂവ്മെൻറ്റിലുള്ള തെറ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ ചെയ്ത പല കാര്യങ്ങളും തെറ്റാണെന്ന് എനിക്ക് തിരുത്താൻ പറ്റി. എൻ്റെ എല്ലാ തെറ്റുകളും മറയ്ക്കാൻ പറ്റി. യുറേച്ചി അദ്ദേഹം ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. സുമേഷിയുടെ ഭാര്യ അദ്ദേഹത്തിന്റെ സൺ ബ്രീത്തിങ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് പെട്ടെന്ന് തന്നെ കാണിച്ചു കൊടുത്തു. ഈ സുമേഷ് എന്ന് പറയുന്നത് ടാൻജറോന്റെ ആൻസിസ്റ്ററിന്റെ പേരാണ്. അവന്റെ പേരാണ് സുമേഷ്. അവരത് പറഞ്ഞത് യുറേച്ചി ഒരു മടിയും കൂടാതെ അത് കാണിച്ചു കൊടുത്തു. അത് ശരിക്കും വളരെ മനോഹരമായിരുന്നു. ഇത് കണ്ടത് സുമേഷി അതിന്റെ ഓരോ ടെക്നിക്കും അവന്റെ മനസ്സിൽ ഓർത്തെടുക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഈ കാഗുറ ഡാൻസ് വന്നതെന്ന്. യുറേച്ചി അത് വീശുമ്പോൾ വളരെ മനോഹരമായിരുന്നു. അത് അവനാണ് ചെയ്യുന്നതെന്ന് പോലും ഞങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു. അത്രയും മനോഹരമായിട്ടായിരുന്നു അവനത് ചെയ്തത്. അതിനുശേഷം സുമേഷിയുടെ ഭാര്യയോട് അവൻ നന്ദി പറഞ്ഞു. എന്നിട്ട് അവന്റെ ഇയറിങ്സ് എനിക്ക് തന്നു. അതായത് നമ്മുടെ സുമേഷിക്ക് ഇയറിങ്സ് കൊടുത്തത് നമ്മുടെ യുറേച്ചിയാണ്. യുറേച്ചി അത് കൊടുത്തപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇനി അവൻ തിരിച്ചു വരാൻ പോകുന്നില്ല. അങ്ങനെ അവൻ തിരിഞ്ഞു നടന്നു. അവൻ നടക്കുമ്പോൾ അവൻ കരയുന്നുണ്ടായിരുന്നു. യുറേച്ചി തിരിഞ്ഞു നടക്കുമ്പോൾ സുമേഷി പറയുന്നുണ്ട്, യുറേച്ചി, നീ രക്ഷിച്ച 3 ആത്മാക്കളാണ് ഞങ്ങൾ. നിന്റെ ഈ ടെക്നിക് ഞാൻ വരുന്ന തലമുറയ്ക്ക് ഉപയോഗപ്പെടുത്തും. യുറേച്ചി, നീ എന്നേക്കാളും ഒരുപാട് ശക്തനാണ്. നീ ഒരുപാട് പവർഫുൾ ആണ്. എൻ്റെ വരും തലമുറയ്ക്ക് ഞാൻ ഈ ഇയറിങ്സ് കൊടുക്കും. അവർക്ക് ഞാൻ സൺ ബ്രീത്തിങ് പഠിപ്പിച്ചു കൊടുക്കും. ഇതൊക്കെ കേട്ടത് നമ്മുടെ യുറേച്ചിക്ക് സന്തോഷമായി. യുറേച്ചി ചിരിച്ച് താങ്ക് യു പറയുന്നുണ്ട്. ഇത് കേട്ടത് നമ്മുടെ ടാൻജറോ അവൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, യുറേച്ചി, ഞാനാണ് എനിക്ക് താങ്ക് യു പറയേണ്ടത്. നീ അന്ന് തമയാസാനെ വെറുതെ വിട്ടിട്ടില്ലായിരുന്നെങ്കിൽ മൂസാനെ നമുക്ക് ഇതുപോലെ കിട്ടത്തില്ലായിരുന്നു. എനിക്ക് ഇപ്പോൾ കിട്ടിയ ഈ ശക്തിക്കൊക്കെ കാരണം നീ തന്നെയാണ് യുറേച്ചി എന്ന് ടാൻജറോ പറയുന്നുണ്ട്. 100 വർഷമായിട്ടും ഞങ്ങളുടെ ഫാമിലി ഇന്നും ആ സൺ ബ്രീത്തിങ്ങിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ 13 ഫോംസും നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ്. നീ ഞങ്ങളുടെ കുടുംബത്തിനോട് ചെയ്ത ഏറ്റവും വലിയ കാര്യമായിരുന്നു അത്. അതിൻ്റെ എല്ലാ ഫോംസും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്, ഞങ്ങൾക്ക് കാണിച്ചു തന്നത്, ഞങ്ങൾക്ക് അതിൻ്റെ ശക്തി പകർന്നു തന്നത്. ആ ഹാഷിറ പറഞ്ഞതനുസരിച്ച് സൺ ബ്രീത്തിങ്ങിന് ഒരു 13ാമത്തെ ഫോമും ഉണ്ടായിരുന്നു. അതെ, അത് ഞങ്ങളുടെ ഫാമിലി പിന്നെയും പിന്തുടർന്നു. എൻ്റെ അച്ഛൻ അതൊരു നൃത്തമാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്ന് സൂക്ഷിച്ചു. അദ്ദേഹം അത് രാത്രി തുടങ്ങി രാവിലെ തന്നെ നിർത്തുന്ന ഒരു നൃത്തമാക്കി അതിനെ മാറ്റിയെടുത്തു. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് മൂസാന്റെ ബോഡി ഇതുപോലെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ 13ാമത്തെ ഫോമും അൺലോക്ക് ചെയ്യാൻ പറ്റും. മൂസാന്റെ ഓരോ അറ്റാക്കിനെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവന്റെ എല്ലാ അവയവത്തെ ഞാൻ മുറിച്ച് മാറ്റുന്നുണ്ട്. അവന്റെ എല്ലാ അറ്റാക്കിനെ ഞാൻ ഡോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ആ 13ാമത്തെ ഫോമും അൺലോക്ക് ചെയ്യാൻ പറ്റും. ശരിയാണ്, ഇതെനിക്ക് പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നരകം ചിലപ്പോൾ കണ്ടേക്കാം, പക്ഷേ ഞാൻ ഉറപ്പായിട്ടും അവനെ കൊന്നുകളയും. യുറേച്ചിന്റെയും എൻ്റെ അച്ഛൻ്റെ കഴിവിന്റെ പകുതി പോലും എനിക്കില്ലെന്നറിയാം. മൂസാൻ അഥവാ രക്ഷപ്പെട്ടാൽ എങ്ങനെയാണ് അവനെ തടസ്സപ്പെടുത്തേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ യുറേച്ചിക്ക് സാധിക്കാത്തത് എനിക്ക് സാധിക്കുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കും. ഞാൻ ഇവനെ ഉറപ്പായും കൊല്ലും എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ബ്ലേഡ് ടൈറ്റ് ചെയ്യാണ്. അപ്പം തന്നെ നമ്മുടെ മൂസാന് അതിന് മുന്നേ തന്നെ ടാൻജറോനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ടാൻജറോ അവൻ്റെ കാഗുറ ഡാൻസിൻ്റെ പവർ യൂസ് ചെയ്തിട്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ടാൻജറോ വാള് വീശുന്ന സമയത്ത് അവൻ്റെ സ്ഥാനത്ത് മൂസാന് യുറേച്ചിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കണ്ടത് മൂസാനെ നല്ല രീതിയിൽ തന്നെ പീഡിയാന്നുണ്ട്. അപ്പോൾ തന്നെ മൂസാന് നമ്മുടെ ആശ്രാസിനെ അറ്റാക്ക് ചെയ്ത പോലത്തെ ഒരു അറ്റാക്ക് ടാൻജറയ്ക്ക് കൊടുക്കുന്നുണ്ട്. ടാൻജറയ്ക്ക് പറ്റുന്നുണ്ട്, പക്ഷേ ടാൻജറോ പിന്മാറുന്നില്ല. എനിക്ക് മനസ്സിലായി, ഇവൻ്റെ പുറത്തുള്ള ഈ ടെൻഡക്കിൾസ് കാരണമാണ് എല്ലാവർക്കും ഇത്രയും ആക്രമണം അയച്ചു വിടുന്നത്. മൂസാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഡീമൻ തന്നെയാണ് എന്ന് പറഞ്ഞ് ടാൻജറോ അവൻ്റെ കാഗുറ ഡാൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ മൂസാൻ അതിനെങ്ങനെയെങ്കിലും മാറ്റാൻ നോക്കുന്നുണ്ട്. കാരണം അവനത് കണക്ട് ചെയ്ത് സൺ ബ്രീത്തിങ് എടുക്കാനാണ് അവൻ നോക്കുന്നത്. എനിക്ക് മനസ്സിലായി, ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആ സൺ ബ്രീത്തിങ്ങിൻ്റെ ഫോംസ് അൺലോക്ക് ചെയ്യും. യുറേച്ചി ഇങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ടാൻജറോ അവിടെ വാളം പിടിച്ച് നിൽക്കുന്നതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ എൻഡ് ആവുകയാണ്.